പൊതുവെ വിലയിരുത്താൻ കഴിയുക. അല്ല, ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. രണ്ടിടത്തും കൗണ്ടിങ് ഈ വലിയൊരു ശതമാനം കഴിയാനുണ്ട്. പക്ഷേ ചേലക്കരയായാലും പാലക്കാടായാലും ബൂത്തുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ടാണ് LDF സ്ഥാനാർത്ഥികൾ കിട്ടിയിട്ടുള്ളത്. ചേലക്കര ഭൂരിപക്ഷം 10,000 കടക്കാൻ വേണ്ടി പോകും. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും LDFന്റെ വലിയ വോട്ട് ഷെയർ വർദ്ധിക്കുന്ന സ്ഥിതിയാണ്. എന്തൊക്കെ പ്രചരണമായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെയും ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും. ഒരമ്മ പെറ്റ മക്കളെ പോലെ BJP UDF നടത്തിയത്. ഒരേ സ്വരമായിരുന്നു, ഒരേ വാചകങ്ങളായിരുന്നു, ഒരു മാറ്റം ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസനവും ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും പ്രതിപക്ഷ നേതാവ് UDF നേതാക്കൾ തയ്യാറായി. ഉറക്കത്തിൽ പോലും BJPക്കെതിരെ പറയാതിരിക്കാൻ ഒരു പ്രത്യേകതരം ഗുളികയാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ കഴിക്കുന്നതെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സമയത്ത് പറഞ്ഞത് ശരിവെക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട്. ഒരു കാര്യത്തിലും BJPയോ കേന്ദ്ര സർക്കാരിനെയോ എതിർക്കാൻ കേരളത്തിലെ UDF തയ്യാറായില്ല. BJP ആണെങ്കിൽ എല്ലാ നിലയിലും ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിലൊക്കെ തന്നെ 60 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ നൽകി പെൻഷൻ മുടക്കാനുള്ള എല്ലാ ശ്രമത്തെയും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെയും ചെറുത്ത് തോൽപ്പിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ശക്തമായി പോകുന്ന സ്ഥിതിയുണ്ട്. എന്തൊക്കെ കുപ്രചരണം നടത്തിയാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നല്ല നിലയിൽ പതിഞ്ഞ ഒരു ചിത്രമുണ്ട്. അത് കരുത്തിന്റെ ചിത്രമാണ്, നന്മയുടെ ചിത്രമാണ്. അത് സഖാവ് പിണറായി വിജയന്റെ ചിത്രമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ LDF സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസമാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെയുള്ള വോട്ടിംഗ് പാറ്റേൺ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. ഇപ്പോ ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഓരോ നിലയിലാണ് വോട്ട് ചെയ്യുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ്, അതൊരു പ്രത്യേകതരം പ്രചരണമായിരുന്നു കേരളത്തിൽ അന്ന് നടന്നതെന്ന് നമുക്കറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. BJPയുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും UDF ആകെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടപെടലുകളും അവിശുദ്ധ സഖ്യവും ജനം തിരിച്ചറിയുന്നു. UDFന്റെ പരമ്പരാഗത വോട്ടർമാരുടെ വോട്ട് ഉൾപ്പെടെ ഇത്തവണ LDFന് വന്നു എന്നുള്ളത് ഈ ഒരു ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി വോട്ട് എണ്ണിക്കഴിഞ്ഞ് പറയേണ്ട കാര്യം. താങ്കൾ ചേലക്കര ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചാണ്, വ്യക്തിപരമായി പോലും വലിയ ആക്ഷേപങ്ങൾ നേരിട്ട് ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കുപ്രചരണങ്ങളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടി ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെ കുപ്രചരണമാണ് അവിടെ നടത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ, അവിടെ ദീർഘകാല MLA ആയ MP ശ്രീ രാധാകൃഷ്ണനെതിരെ, അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ എന്തൊക്കെ കുപ്രചരണം നടത്തിയത്. കുപ്രചരണങ്ങളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ചേലക്കര തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള വോട്ടിംഗ് പാറ്റേൺ തെളിയിക്കുന്നത്.